بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وعلى الملائكة ولا تجوز ولا تقع أضحية عن ميت إن لم يوص بها വദഹിയ്യത്ത് ജായിസുമല്ല, അത് വദഹിയ്യത്തായി സംഭവിക്കുന്നതും അല്ല. അൻ മയ്യത്തിൻ ഏതെങ്കിലും ഒരു മയ്യത്തിനെ തൊട്ട് ഇല്ലം യൂസി ബിഹ അതുകൊണ്ട് അവൻ വസിയത്താക്കിയിട്ടില്ലെങ്കിൽ ലിമാ മറ അത് മുൻപ് കഴിഞ്ഞുപോയ കാരണത്തിന് വേണ്ടി. ആരെ തൊട്ടും വദഹിയ്യത്ത് പറ്റില്ല, അവന്റെ അനുവാദം കൂടാതെ എന്ന് പറഞ്ഞെടുത്ത് ആ വിഷയം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ വയുഫറഖു ബൈനഹ വബൈന സദഖത്തി, ഈ വദഹിയ്യത്ത് വസിയത്താക്കിയിട്ടില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അതേ സ്ഥാനത്ത് സദഖ പറ്റുകയും ചെയ്യും. അപ്പൊ സദഖയുടെയും വദഹിയ്യത്തിന്റെയും ഇടയിൽ ഫർക്ക് പറയാം. ബി അന്നഹ തുഷ്ബിഹുൽ ഫിദാ അനിൻ നഫ്സി, വദഹിയ്യത്ത് അത് നഫ്സിനെ തൊട്ടുള്ള ഫിദായിനോട് തുല്യമായത്. നഫ്സിനെ തൊട്ടുള്ള ഫിദായിനോട് തുല്യമായത് ആണത്. അതുകൊണ്ട് ഫതവഖഫത് അലൽ ഇദിൻ, അത് തവഖുഫായി അലൽ ഇദിനി, അയാളിൽ നിന്നുള്ള അനുവാദത്തിൻ്റെ പേര്. അയാളുടെ അനുവാദമുണ്ടെങ്കിലേ അത് പറ്റും. ബി ഖിലാഫി സദഖത്തി, സദഖക്ക് മാറുകൊണ്ടായ സ്ഥിതി. ഒമിൻ തമ്മ, ഈ കാരണത്തിന് വേണ്ടി ലം യഫ്അൽഹ, ഫിദാഇൻ നഫ്സിനോട് തുല്യമാണ് വദഹിയ്യത്ത് എന്ന കാരണത്തിന് വേണ്ടി ലം യഫ്അൽഹ വാരിസുൻ, ആ വദഹിയ്യത്തിന് ചെയ്യാൻ പറ്റില്ല. വാരിസുൻ, ഒരു വാരിസും വല അജ്നബിയുൻ, അന്യവരും ചെയ്യാൻ പറ്റില്ല. വൈൻ വജബത്ത്, അത് നിർബന്ധമാണെങ്കിലും ശരി. നിർബന്ധമായതാണെങ്കിലും അത് മരിച്ചവന്റെ അവകാശിയോ അല്ലാത്തവരോ അനുവാദമില്ലാത്ത രൂപത്തിൽ ഉദ്ഹിയ്യത്ത് ചെയ്യാൻ പാടില്ല. ബിഖിലാഫിന ബി ഹജ്ജിൻ വ സക്കാത്തിൻ വ കഫാറത്തിൻ, ഹജ്ജ്, സക്കാത്ത്, കഫാറത്ത് പോലെയുള്ളതിന് എതിരാകലോട് ബന്ധിച്ചതായ സ്ത്രീ. ലി അന്ന ഹാദിഹി ലാ ഫിദാഅ ഫിഹ, കാരണം ഈ പറയപ്പെട്ടവ ഹജ്ജ്, സക്കാത്ത്, കഫാറത്ത് പോലെയുള്ളത് അതിലൊന്നും നഫ്സിനെ തൊട്ടുള്ള ഫിദാ ഇല്ല. അപ്പോൾ ഫാഷബഹത്തിൻ ദുയൂന, അത് സാമ്യമായത് കടങ്ങളോട്. കടം വീട്ടാൻ ഏൽപ്പിച്ചിട്ടില്ല ഒരാൾ, അല്ലാതെ എനിക്ക് വീട്ടിയാലും കടം വീട്ടും. വല കദാലിക തദ്ഹിയ്യത്തു, അങ്ങനെയല്ല വദ്ഹിയ്യത്ത്. എന്നാൽ ഉൽഹിഖൽ ഇത്ഖു,
ഇത്തുക്കിനെ ചേർക്കപ്പെട്ടു. ബിഗൈരിഹ ഉളുഹിയ്യത്തല്ലാത്തതിനോട് ചേർക്കപ്പെട്ടു. ഇത്തുക്കിനെ ഉളുഹിയ്യത്തല്ലാത്തതിനോട് ചേർക്കപ്പെട്ടു. എന്തോട് കൂടെ മാ അന്നഹു ഫിദാവുൻ ഐളൻ, അത് ഇത്തുക്ക് ഫിദ ആണല്ലോ. ഐളൻ ഉളുഹിയ്യത്ത് ഫിദ ആയതുപോലെ. അപ്പം അന്നേരക്ക് ഉളുഹിയ്യത്തിനോട് ചേർക്കുകയല്ലേ വേണ്ടത്. അങ്ങനെയാകുമ്പോൾ വസിയത്തില്ലാതെ ഒരാളെ തൊട്ട് ഒരു മയ്യത്തെ തൊട്ട് ഇത്തുക്ക് സഹിയാകൂല എന്നല്ലേ പറയേണ്ടത്. അത് തശവ്വുഫ് ഷാരിയില് ഇത്തുക്കിലേക്ക് ഷാരിന് പ്രത്യേകം താല്പര്യം പ്രേരണയുമെല്ലാം ഉണ്ടായതുകൊണ്ട് ഈ ഷാരിന് പ്രത്യേകിച്ച് ഇത്തുക്കാക്കലിനോട് പ്രത്യേകമായ താല്പര്യം ഉണ്ട്. അതിൽ പ്രേരണയും നൽകിയിട്ടുണ്ട്. അമ്മായിദ ഔസാബിഹ ഫതസ്ഹു, എന്നാൽ ഉളുഹിയ്യത്ത് അറക്കൽ കൊണ്ട് വസിയത്ത് നൽകിയാൽ അത് സഹിയാണ്. ഭരിച്ച ആൾക്കും വേണ്ടി ഉളുഹിയ്യത്ത് അറക്കാം, അയാളെ വസിയത്തുണ്ടെങ്കിൽ സഹിയാണ്. എന്താ കാരണം? ലിമാ സഹ അൻ അലിയ്യിൻ കറമല്ലാഹു തആല വജ്ഹഹു, അലിയും കറമല്ലാഹു തആല വജ്ഹഹു വറളിയ അൻഹു വരെ തൊട്ട് സഹിയായി വന്ന ഹദീസ് ഉണ്ടായതിനു വേണ്ടി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറഹു, അലി റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു, അൻ യുദഹിയ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് അലി റളിയല്ലാഹു അൻഹു ഉളുഹിയ്യത്ത് അറക്കണം എന്ന്, കുല്ല സനത്തിൻ, എല്ലാ വർഷവും. എന്ന് സഹിയായത് ആയി വന്നതിന് വേണ്ടി വക്കാന്നഹും, അവർ ലം യൻദുറു, അവർ നോക്കാത്തതുപോലെ ഇരിക്കുന്നു. ലി ളുൽഫി സനദിഹി, ഇതിൻ്റെ സനദിൻ്റെ ളുൽഫിലേക്ക് അവർ നോക്കാത്ത പോലെ ഇരിക്കുന്നു. അതെന്താ കാരണം? ലിംജിബാരി, അത് മുൻജബിർ, അതിൻ്റെ തരീക്കുകളൊക്കെയും അധികരിച്ച് വന്നതുകൊണ്ട് അതിൻ്റെ ളുൽഫ് പരിഹൃതമാണ് എന്നതിലേക്ക് നോക്കിയിട്ടാണ് അതിൻ്റെ ളുൽഫിലേക്ക് അവർ നോക്കാതിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹു 2 കൂറ്റൻ ആടുകൾ സ്വന്തം നഫ്സിനെ തൊട്ട് അറുക്കാറുണ്ടായിരുന്നു. 2 ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അറുക്കുകയും അങ്ങനെ ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉളുഹിയ്യത്ത് അറക്കും അതുകൊണ്ട് എന്ന് തുടർന്ന് പറയുകയും ചെയ്തു. ഇനി ഇവിടെ വേറൊരു അഭിപ്രായമുണ്ട്. കാരണം ഇതൊരു സദഖ പോലെയാണല്ലോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അന്നിലക്ക് വസിയത്തില്ലെങ്കിലും മയ്യത്തിനെ തൊട്ട് ഉളുഹിയ്യത്ത് അറക്കൽ സഹിയാകും എന്ന് ഒരഭിപ്രായം വേറെ ഉണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ
മശായിഖുമാരിൽപ്പെട്ട മഹാനായ മുഹമ്മദ് ബിൻ ഇസ്ഹാഖു സിറാജുൽ നിസാബൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി തങ്ങളെ തൊട്ട് 10,000-ൽ ഏറെ ഖത്ം ഓതിയിട്ടുണ്ട്. 10,000-ൽ ഏറെ വദ്ഹിയത്തുകളും അറത്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് എന്ന് കിതാബുൽ വസായിൽ ഉണ്ടെന്ന് മുഗനി പറഞ്ഞിട്ടുണ്ട്. വയജിബു അലാ മുളഹിൻ അൻ മയ്യിത്തിൻ, മയ്യിത്തിനെ തൊട്ട് വദ്ഹിയത്ത് അറക്കുന്നവന്റെ മേൽ നിർബന്ധമാണ്. ബിഇദ്നിഹി, ആ മയ്യിത്തിന്റെ അനുവാദത്തോടു കൂടെ, സവാഉൻ വാരിസുഹു ഗൈറുഹു, അത് മയ്യിത്തിന്റെ വാരിസാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും രണ്ടും സവാൽ. മിൻ മാലി നഫ്സിഹി, അവന്റെ നഫ്സിന്റെ മാലിൽ നിന്ന് ആകുന്ന നിലക്ക്. മിമാലിൻ അയ്യനോ, മിമാലിൻ ഒരു മാലിൽ നിന്ന്, ഒരു മാലിൽ നിന്ന്. അയ്യനഹോ, ഏത് മാലാണ്? അതിനെ അയാൾ നിജമാക്കി കൊടുത്ത മാലാണ്. സവാവും മാലുഹു മാലു മൗദൂൻഹി, അത് ആ മയ്യത്തിന് സ്വന്തം മാലാണെങ്കിലും അല്ലെങ്കിൽ മയ്യത്ത് അറക്കാൻ ഏൽപ്പിക്കുന്ന അയാൾ അനുവാദം കൊടുക്കുന്നവന്റെ മാലാണെങ്കിലും സമമാണ്. ആ മയ്യത്ത് നിജമാക്കി കൊടുത്തിരിക്കുന്ന ഒരു മാലിൽ നിന്ന് അറക്കുന്നവന്റെ മേൽ നിർബന്ധമാണ്. ഫീമ യദ്ഹർ, ഇനി ഫൈലം യുഅയ്യിൻ ലഹു, അവൻ നിജമാക്കി കൊടുത്തില്ലെങ്കിലോ, മാലൻ ഒരു മാൽ, യുദഹി മിൻഹു, അതിൽ നിന്ന് വദ്ഹിയത്ത് അറക്കും, അങ്ങനെയുള്ള മാല് ഇന്നതാണെന്ന് നിജമാക്കി കൊടുത്തിട്ടില്ല. എന്നാൽ ഇഹ്തമല സിഹത്തു തബറുൽ വസി അൻഹു ബിദ്ദബിഹി, അവിടെ ഇഹ്തിമാലുണ്ട്. വസി തബറു ചെയ്യൽ സഹിയാക്കി, അൻഹു ആ മയ്യത്തിനെ തൊട്ട്, ബിദ്ദബിഹി അറുത്തു കൊടുക്കൽ കൊണ്ട്, മിൻ മാലി നഫ്സിഹി, വസിയിന്റെ സ്വന്തം മാലിൽ നിന്ന് അവന്റെ വകയായി അറുത്തു കൊടുത്താൽ അത് സഹിയാകും. അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. വഹ്തമല അൻ യുഖാല ഇന്നഹ ഫി സുലുസിഹി, ഇനി ആ വസിയ്യത്ത് അറക്കാനുള്ള ചെലവെടുക്കേണ്ടത് മയ്യത്തിന്റെ സുലുസ്, മാലിന്റെ സുലുസിന്റെ 1/3 ഭാഗം അതിലാണ്. ഹത്താ യസ്തൗഫിയു തസദ്ദുഖു ബിജമീഅ, ഹത്താ യസ്തൗഫിയഹു, ആ സുലുസിനെ പൂർത്തിയാക്കുന്നതുവരെ. അപ്പോൾ ആ സുലുസ് പൂർണ്ണമാകുന്നതുവരെ വദ്ഹിയത്ത് അറക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അങ്ങനെയാവാം. ഇവിടുത്തെ വിഷയം എന്താണ്? ഇപ്പം വയജിബു അലാ മുളഹിൻ അൻ മയ്യിത്തിൻ, മയ്യിത്തിനെ തൊട്ട് അനുവാദത്തോടു കൂടെ വദ്ഹിയത്ത് അറക്കുകയാണ്. ആ അറക്കുന്നവന്റെ മേൽ നിർബന്ധമാണ് അത്തസദ്ദുഖു ബിജമീഇഹ, ആ വദ്ഹിയത്തിന്റെ എല്ലാം കൊണ്ടും ധർമ്മം ചെയ്യൽ നിർബന്ധമാണ്. ലിഅന്നഹു നായിബുഹു ഫി തഫ്രീഖത്തി, കാരണം ഈ വസി നായിബുഹു, ആ മയ്യത്തിന്റെ പ്രതിനിധിയാണ്. ആ മയ്യത്തിന്റെ പ്രതിനിധിയാണ് ഫി തഫ്രീഖത്തി, അതിനെ ഭാഗിച്ചു കൊടുക്കുന്നത്.
അപ്പം അതുകൊണ്ട് അത് മുഴുവനും സാധുക്കളായ ആളുകൾക്ക് സദക്ക കൊടുക്കൽ നിർബന്ധമാണ്. ഉദ്ഹിയ്യത്ത് അറക്കാൻ വേണ്ടി എടുക്കുന്ന മുതൽ ഒരുപക്ഷെ മയ്യത്തിൻ്റെ മുതലായിരിക്കാം, അല്ലെങ്കിൽ വസിയ്യിൻ്റെ വകയിലുള്ള ഔദാര്യമാണ്. രണ്ടാണെങ്കിലും അത് മുഴുവനും സദക്ക ചെയ്യൽ നിർബന്ധമാണ്. ലാ അലാ നഫ്സിഹി, ഈ വസിയ്യിൻ്റെ സ്വന്തം നഫ്സിൻ്റെ മേലോ ഓ മമൂനിഹി, അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെ മേലോ അല്ല. അതെന്താ കാരണം? ലിത്തിഹാദിൽ ഖാബിദ് വൽ മുഖ്ബിദ്, അങ്ങനെ കൊടുക്കുമ്പോൾ ഖാബിദും മുഖ്ബിദും രണ്ടും ഒന്നല്ലേ? കാരണം വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും രണ്ടും ഒന്നായി. ഈ വസിയാണല്ലോ കൊടുക്കുന്നത്. ആ വസിയി അവൻ്റെ സ്വന്തം നഫ്സിൻ്റെ മേലോ അല്ലെങ്കിൽ അവൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമുള്ള അവരുടെ മേലോ അവൻ കൊടുക്കുകയാണെങ്കിൽ അവന് തന്നെ കൊടുക്കലായല്ലോ. അത് പറ്റൂല. അവൻ ഇത് വാങ്ങാൻ ഏൽപ്പിച്ചിട്ടില്ല, കൊടുക്കാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അത് മുഴുവനും സംഗതി മയ്യത്തിൻ്റെ ഒരു പക്ഷേ സുലുസുൽ മാലിൽ നിന്നാകാം അറുത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിലും അതല്ല, മയ്യത്തിന് വേണ്ടി വേറൊരാൾ അയാൾ അറുത്ത് കൊടുക്കുകയാണ്, വസിയ്യ അറുത്ത് കൊടുക്കുകയാണ് വസിയ്യിൻ്റെ മുതലിൽ നിന്ന്, അല്ലെങ്കിൽ വസിയ്യ് നിജമാക്കിയതായ ഒരു മുതലിൽ അറുത്ത് കൊടുക്കുകയാണ്. രണ്ടാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും എന്തു പറ്റൂല, ഈ അറുത്ത് കൊടുക്കുന്ന അവൻ അതിൽ നിന്നെടുക്കാനോ അവൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ആൾക്കാർ കൊടുക്കാനോ പറ്റില്ല. വയൂഖദു മിൻ ഖൗലിഹിം, ഇവിടെ വാക്കിൽ നിന്ന് പിടിക്കപ്പെടും. ഇന്നഹു നായിബുഹു ഫി തഫരീഖത്തി, ഇവൻ അവൻ്റെ നായിബാണ്. ഫി തഫരീഖത്തി, അതിനെ ഭാഗിച്ചു കൊടുക്കുന്നതിൽ, വീതിച്ചു കൊടുക്കുന്നതിൽ നായിബാണെന്ന് പറഞ്ഞത് പിടിക്കപ്പെടും. അന്നഹു ലാ തുസ്റഫുന ലിൽ വാരിസ്, അന്നഹു ലാ തസറുഫഹുന, ഇവിടെ ഒരു കൈകാര്യവുമില്ല. ലാ തസറുഫഹുന, ഇവിടെ ഒരു കൈകാര്യവുമില്ല. ലിൽ വാരിസിന് വൈൽ വസിയ്യി, വസിയ്യല്ലാത്ത വാരിസിന് ഒരു കൈകാര്യവുമില്ല. ഫീ ഷൈഇൻ മിൻഹ, ഇതിൽപ്പെട്ട ഈ ഉദ്ഹിയ്യത്തിൽപ്പെട്ട ഒന്നിലും എന്തില്ല, ഒന്നിലും ഒരു കൈകാര്യവും ഇല്ല. വയുഫറഖു ബൈന ഹാദാ വമാ മറ അനി സുബ്കി, ഇതിൻ്റെ ഇടയിലും, അതായത് ഇവിടെ പറഞ്ഞിട്ട് വസിയ്യിന് മാത്രമേ ഇതിൽ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത വാരിഥ്യങ്ങൾക്ക് ഇതിൽ കൈകാര്യം ചെയ്യാൻ അവകാശമില്ല എന്ന ഇതിൻ്റെ ഇടയിലും സുബ്കി ഇമാമിന് തൊട്ട് മുമ്പ് കഴിഞ്ഞുപോയി. അതായത് ഉദ്ഹിയ്യത്ത് അറുത്തിരിക്കുന്ന ആള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ വാരിസ് അയാളുടെ സ്ഥാനത്ത് നിൽക്കും എന്നാണ് മുമ്പ് കഴിഞ്ഞത്. ആ കഴിഞ്ഞതിൻ്റെ ഇടയിലും ഇവിടെ ഫർക്ക് പറയപ്പെടാം. ബി അന്നൽ മുവരിസ അസലും, ഇവിടെ മുവരിസ് ആ വാരിസ് വസിയ്യ് അല്ലാത്ത വാരിസിനെ ആ സ്ഥാനത്ത് നിന്ന് വിലായത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഹുന, ഇവിടെ ബി തഫ്വീദ് ദാലിക, ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കൽ കൊണ്ട് ലിഗൈരിഹി, ഇവനല്ലാത്ത മറ്റുള്ളവരിലേക്ക്. കാരണം വേറൊരാൾക്ക് വസിയ്യത്ത് നേരത്തെ ഏൽപ്പിച്ചത്, ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ആ ഏൽപ്പിക്കലോടുകൂടെ മറ്റുള്ളവർക്ക് ഇതിൽ അവകാശമില്ലെന്ന് ആര് ഇവിടെ അറിയിച്ചു? മയ്യിത്ത് അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് മറ്റു വാരിസീങ്ങൾക്ക് ഇതിൽ തസറുഫില്ല, അധികാരമില്ല എന്ന് പറയും. ബി ഖിലാഫിഹി, അവന് മാറുകൊണ്ടാസമ്മ, അവിടെ മേൽ പറഞ്ഞെടുത്തോ, അവിടെ ഏതെങ്കിലും ഒരു വാരിസനെ ഈ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. വയത്തജുഹു, മുത്തജിഹാകും അഹദം മിൻ ഹാദ, ഈ പറഞ്ഞത് പിടിക്കപ്പെട്ടതിന് വേണ്ടി അന്നലിൽ വസിയ്യി ഇത്ആമൽ വാരിസി മിൻഹ, വസിയ്യിന് ജായിസാണ് ഈ ഉദ്ഹിയ്യത്തിൽ നിന്ന് ഭക്ഷിപ്പിക്കൽ ജായിസാണ്. ആർക്ക്? ഈ മരിച്ച ആളുടെ വാരിസിന്. കാരണം അയാൾ ഫക്കീർ മിസ്കീമാലിൽപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് ഭക്ഷിപ്പിക്കാം. മറ മുമ്പ് കഴിഞ്ഞു. അന്നലിൽ വലിയിന് ജായിസാണ്. അല്ലബി ഫൽജദ്ദി, വാപ്പാക്ക് ഇല്ലെങ്കിൽ ഉപ്പാപ്പാക്ക്. ആ തദ്ഹിയ്യത്തുൽ അൻ മൗലിജി, അയാളുടെ മൗലിജിനെ തൊട്ട്
വളുഹിയത്തറക്കൽ ജായിസാണ് എന്ന് മുമ്പ് പറഞ്ഞു. വാലേഹി അങ്ങനെ ജായിസാണെന്ന അഭിപ്രായ പ്രകാരം അത് പ്രകാരം ഫലാ യുഖദ്ദറു ഇന്തിഖാലുൽ മിൽക്കി ഫീഹ ലിൽ മൗലി, ഇതില് ഉടമാവകാശം, ഈ വളുഹിയത്തിലുള്ള ഉടമാവകാശം മൗലിജിലേക്ക് നീങ്ങി എന്ന് സങ്കല്പിക്കപ്പെടില്ല. കമാഹുവ ലാഹിറുൻ, അത് ആർക്കും ദലീലിന് വ്യക്തമായതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ മയ്യത്തിന് വേണ്ടി അറക്കുന്ന സമയത്ത് ആ അറക്കുന്ന മൃഗത്തിൻ്റെ ഉടമാവകാശം ആരിലേക്ക് നീങ്ങി? അതാ മയ്യത്തിൻ്റെലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അതേപോലെ ഈ കുട്ടിയെ തൊട്ട് അറക്കുന്നിടത്ത് ആ ഉളുഹിയ്യത്തിൻ്റെ ഉടമാവകാശം കുട്ടിയിലേക്ക് നീങ്ങുമോ? അങ്ങനെ നീങ്ങി എന്ന് സങ്കല്പിക്കില്ല. വൈനിക്തത തഖ്ദീറ നവായിറു ലിദാലിക, ഇതിന് തുല്യമായ പല വിഷയങ്ങളും അങ്ങനെ മിൽക്ക് നീങ്ങി എന്ന് സങ്കല്പിക്കലിൽ തേടുന്നുണ്ടെങ്കിലും അതില്ല. എന്താ കാരണം? അമ്മ അവൽ അങ്ങനെ സങ്കല്പിക്കാത്തതിൻ്റെ കാരണം ഒന്നാമതായി പറഞ്ഞാൽ ഫലി അന്ന അക്രബൻ നവായിരി ഇലൈഹ അൽ അഖീഖത്ത്, നദീറുകളിൽ വെച്ച് ഈ ഉളുഹിയ്യത്തിലേക്ക് ഏറ്റവും അടുത്തത് അഖീഖത്തു അൻഹു, കുട്ടിയെ തൊട്ടുള്ള അഖീഖത്ത്, കുട്ടിയെ തൊട്ടുള്ള അഖീഖത്ത്. വഹിയ ആ അഖീഖത്ത് ലാ തഖ്ദീറ ഫിഹ, അതിൽ ഒരു സങ്കല്പിക്കലില്ല. അതായത് ആ മൃഗത്തിൻ്റെ അഖീഖത്ത് അറക്കപ്പെട്ട മൃഗം, ആ മൃഗത്തിൻ്റെ ഉടമാവകാശം അത് കുട്ടിയിലേക്ക് നീങ്ങി എന്ന് സങ്കല്പിക്കലില്ല. കമായുസറു ബിഹി കലാമുഹും, അതുകൊണ്ട് വ്യക്തമാക്കി അറിയിക്കുന്നതിന് വേണ്ടി അവരുടെ കലാം. ഇതാണ് ഒന്നാമത്തെ കാരണം. വാമ്മ സാനിയൻ, രണ്ടാമത്തെ കാരണം ഫലി അന്നഹു യൽസമു അലൈഹി, അങ്ങനെ ഈ മിൽക്ക് നീങ്ങും എന്ന് സങ്കല്പിച്ചാൽ അത് പ്രകാരം ലാസിമാകും മൻഉൽ മഖ്സൂദി മിൻഹ, ആ ഉളുഹിയ്യത്തിനാലുള്ള മഖ്സൂദിനെ തടയൽ. മേൽ അക്ലി വതസദ്ദുഖി, തിന്നലാനും വതസദ്ദുഖി സദഖ ചെയ്യാനാണ്. അപ്പോൾ വളുഹിയ്യത്ത് അത് അറക്കുന്നവർക്ക് തിന്നാൻ പറ്റും, അതുപോലെ ആർക്ക് വേണ്ടി അറക്കുന്നുവോ അവർക്കും തിന്നാൻ പറ്റും, അതുപോലെ സദഖ ചെയ്യാൻ പറ്റും. മിൽക്ക് കുട്ടിയിലേക്ക് നീങ്ങിയെന്ന് വെച്ചാലോ അങ്ങനെ അറക്കുന്ന ആൾക്കാർക്ക് തിന്നാൻ പറ്റൂല. കാരണം കുട്ടി തബറൂന് അർഹനല്ല. മയ്യത്തിൻ്റെത് മയ്യത്തിലേക്ക് മിൽക്ക് നീങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ അറക്കപ്പെട്ട മൃഗത്തിൻ്റെ ഉടമാവകാശം മയ്യത്തിനായില്ലേ. അങ്ങനെ വരുമ്പോൾ എന്തായി? പിന്നെ മയ്യത്തിനോട് അനുവാദം കിട്ടിയെങ്കിലേ തിന്നാൻ പറ്റും. അപ്പോഴോ അത് കിട്ടാൻ ഇപ്പോൾ മാർഗമില്ല, മരിച്ചു പോയില്ലാതെ. അപ്പോൾ പിന്നെ എന്തേ മാർഗമുള്ളൂ? പിന്നെ അത് സാധുക്കൾക്ക് സദഖ ചെയ്യൽ മാത്രമേ നിർവാഹമുള്ളൂ. കസായിരി അംവാലിൽ മഹജൂർ, ഇതുപോലെ മഹജൂറിൻ്റെ മറ്റ് ജനങ്ങൾ പോലെ വഹീനൈദിൻ, അങ്ങനെ ആകുമ്പോൾ ഫഹലിൽ വരിജ് ഇത്ആമുൽ മൗലി, വരിജിന് ജായിസാണോ? ഇത്ആമുൽ മൗലി, മൗലിജിന് ഭക്ഷിപ്പിക്കൽ ജായിസാണോ? ഈ കുട്ടിയെ തൊട്ട് അല്ലെങ്കിൽ ഭ്രാന്തനെ തൊട്ട് വലിയ ആയ വാപ്പയോ അല്ലെങ്കിൽ വാപ്പാൻ്റെ വാപ്പയോ ഉളുഹിയ്യത്ത് അറുത്താൽ അത് മുതൽ വാപ്പാൻ്റെതാണ് അല്ലെങ്കിൽ വാപ്പാൻ്റെതാണ്. എന്നാൽ അതിൽ നിന്ന് ആ കുട്ടിക്ക് ഭക്ഷിപ്പിക്കാൻ പറ്റുമോ? പറ്റും. കാരണം അവിടെ മിൽക്ക് നീങ്ങി എന്ന് സങ്കല്പിക്കുന്നില്ല. അല്ലാഹിറു നാം, ലാഹിർ അങ്ങനെ പറ്റും എന്നാണ്. അപ്പോൾ ഉളുഹിയ്യത്തിൻ്റെ ഭാഗം ഇവിടെ അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അഖീഖത്തിൻ്റെ ഭാഗം കൂടി തുടർന്ന് ഓതണമെന്ന് ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതോതും.